to one and all present here. Today, we have gathered here with God full of respect and gratitude to remember and honor our beloved Assistant Director, Judy Ma'am, who left behind not only fond memories but also a legacy of inspiration for all of us. Now, let us begin this solemn occasion by seeking the blessings of Almighty. I invite school choir to lead us in prayer. A channel of your peace, where there is hatred and we bring your love. സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു With hearts full of love and gratitude, we graciously remember our departed Assistant Director, Ms. Judy Thomas. She was born on 13 September 1981. Tomorrow is her 44th birthday, and this year we also mark her heavenly 4th birthday on 7th of September. She was a guiding light whose dedication and vision shaped the very foundation of this institution. ഒരു ഇൻസ്പിറേഷൻ തരാൻ, നമുക്കൊരു മോട്ടിവേഷൻ തരാൻ ഒരാളുണ്ടാവും. എൻ്റെ ഒരു ലൈഫ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2007 ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ ജൂനിയേഴ്സുമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യ സമയത്തെല്ലാം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ജൂനിയേഴ്സിന്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാൻ ഫ്രഷേഴ്സായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ സ്കൂളൊന്നും ഇതുപോലെയൊന്നുമല്ല. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം റെക്കോർഡാണ്. ഇവിടെയെല്ലാം ഞങ്ങൾ ഓടിക്കളിച്ച് നമ്മുടെ കുട്ടികളെല്ലാവരും ഓടിക്കളിച്ച് വരുന്ന സമയം ഉണ്ടാകും. ഈ സമയത്തെല്ലാം ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടാകും, അതായത് ജൂനിയേഴ്സ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെല്ലാം പിന്നിൽ ഓരോ കാര്യം നമ്മൾ തെറ്റുകളായാലും ശരിയായിരുന്നു. നീ കണ്ണു ചെയ്ത് സൂപ്പറാണ് കേട്ടോ, ഇങ്ങനൊരു വാക്ക് പറയാൻ ജൂനിയേഴ്സ് ഉണ്ടാകും. ആദ്യത്തെ ഒരു നേച്ചർ ഞാൻ നോക്കുകയാണെങ്കിൽ മിസ് ഒത്തിരി സ്ലിമ്മായിട്ട് ഒത്തിരി ഹെയറൊക്കെ ആയിട്ട് ഞങ്ങൾ പറയുന്നത് സ്റ്റൈൽ ഹെയറൊക്കെയാണ് മിസ്സിനോട് പറയുന്നത്. അത് കഴിഞ്ഞ് മിസ് മുടിയൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഞങ്ങൾ മിസ് ഒത്തിരി മാറിപ്പോയത്. കാലത്ത് മാറണ്ടേ എന്തുവായാലും ഈ ഫാഷൻ ടെക്നോളജി പിടിച്ച് ഈ മേക്കപ്പിനൊക്കെ പോകുന്ന ഒരു ലേഡിയായിരുന്നു കോട്ടാകത്തുള്ള തലമുടിയൊക്കെ വെട്ടി ജൂഡിയുടെ ആഗ്രഹം പോലെ തന്നെ ജൂഡി എന്ത് കാണാൻ ആഗ്രഹിച്ചു, എന്ത് സുന്ദരിയായിട്ട് കാണാൻ ആഗ്രഹിച്ചു, അതുപോലെ അവശയാണെങ്കിലും മനസ്സ് അപ്പോഴും നല്ലതായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യണം, തൻ്റെ പേഴ്സണാലിറ്റി അവതരിപ്പിക്കണം, തൻ്റെ ടാലൻസ്, തൻ്റെ ജീവിതം ഇതിൻ്റെ ഒരു അടയാളമാണെന്ന് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ മരിക്കുന്ന തൊട്ടുതന്നു 2 ദിവസം മുമ്പ് ഞാൻ ആഗ്രഹവും ഓർക്കാപ്പുറത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തിലൊക്കെയായിരുന്നു ജൂഡി മിസ്. ഒരു 10-15 വർഷക്കാലം നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ച് സ്കൂളിന് വേണ്ടി ജോലി ചെയ്തു, സ്കൂളിൽ താമസിച്ചു. ഈ സ്കൂളിനെ ഉന്നതിയുടെ കൊടുമുടിയിലേക്ക് കൈപിടിച്ചുയർത്തിയ 2 പേര് അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനത്തിന് അർഹതയുള്ള ഒരാൾ ജോലി മിസ്സായിരുന്നു. എൻ്റെ മക്കൾ പഠിക്കുന്ന ഈ സ്കൂൾ, പ്രിയപ്പെട്ട ഫാദർ എബ്രഹാം കർമ്മത്തിൽ നടത്തുന്ന ഈ സ്കൂൾ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അഭിമാനിക്കാം. ജൂഡി മിസ് എന്ന് പറഞ്ഞ ആ വ്യക്തിത്വത്തിനെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച്, കേരളത്തിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയാം. അവരുടെ മരണം കഴിഞ്ഞിട്ട് പോലും ഇന്ന് ഈ നിമിഷം വരെ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഫാദറിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെ 1000 നന്ദി അറിയിക്കുക. നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൻ്റെ
നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ആത്മാർത്ഥമായ സേവനമനുഷ്ഠിച്ച ജൂഡി മിസ്സിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടുന്നതിനുള്ള ഒരു പരിപാടിയാണ് കണ്ടത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂള് ഇന്ന് കേരളത്തിലെ നമ്പർ 1 സ്കൂളായിട്ട് മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് ഈ സ്കൂള് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഒക്കെ തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ജൂഡി മിസ്സിനെ എനിക്ക് വളരെ അടുത്ത പരിചയം ഇല്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ മകളുമായി ഈ സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ ജൂഡി മിസ്സിലുണ്ടായി. എല്ലാവരും മെൻഷൻ ചെയ്തു like what was her contribution. So for me it was a moral support what she has given. Father എന്നെ പ്രിൻസിപ്പൽ എന്നൊരു ചാർജ് ഏൽപ്പിക്കുന്നതിന് തൊട്ടാലേ ദിവസം ഫാദറിനെ വിളിച്ചിട്ട് he has given me just a call and he told നാളെ സ്കൂളിൽ ഒന്ന് വരണം. So it was a call by some 8 o'clock. So ഞാൻ പെട്ടെന്ന് പാനിക്കായി. Normally father personally എന്തെങ്കിലും complaint or something maybe like that. So the whole night I was panicked. Morning I came here and I was waiting for father. Father was with another parent inside the room. So she came there and I kind of picture told everything is for good man. She did not say, even though I think she knew the matter what father was going to convey. She didn't utter a word. One word only parade. She just in the kind of picture she gave a smile and she told everything is for good. So then I entered father's room. Upon the coordinator's room in the wall, I told her to all the So father was interesting. Father told you can take up the duty of the principal of the school. So I was shocked because I took the word as a father memory partner because I was thinking there is a complaint or some problem maybe there. So when father told suddenly door corner again. So it just glanced and I just couldn't okay. So she was sitting there and she just gave me a smile and she nodded, fallibility. So I told my father, is it possible for me? So father told, because I had trust in you, I am trusting you. So she was still nodding there. So I told, yes. This was the reply I just gave me. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം